ഇസ്രയേലും അമേരിക്കയും തമ്മിലുള്ള ബന്ധം ഇതുവരെ കാണാത്ത ഒരു വഴിത്തിരിവിലേക്കാണ് നീങ്ങുന്നത്. ഇത്രയും കാലം അമേരിക്കയുടെ വിശ്വസ്ത സുഹൃത്തായിരുന്ന, സഹോദര രാജ്യമായിരുന്ന ഇസ്രയേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ അമ്പരിപ്പിച്ചുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് എടുത്ത പുതിയ തീരുമാനമാണ് ഇപ്പോൾ വൻ ചർച്ചയായിരിക്കുന്നത്. ഗാസയുടെ ഭാവിയെ തീരുമാനിക്കാൻ ട്രംപ് രൂപീകരിച്ച സമാധാന ബോർഡിലേക്ക് ഇസ്രയേലിന്റെ ബദ്ധശത്രുവായ തുർക്കിയെയും ഖത്തറിനെയും ക്ഷണിച്ചിരിക്കുന്നു. ഇത് ഞങ്ങളുടെ കളിയാണ്, നിങ്ങളുടെ താല്പര്യമല്ല എന്ന് വൈറ്റ് ഹൗസ് ഇസ്രയേലിനോട് മുഖത്ത് നോക്കി പറഞ്ഞിരിക്കുന്നു. ട്രംപും നെതന്യാഹുവും തമ്മിലുള്ള ഈ കൊമ്പുകോർക്കൽ ഗാസ യുദ്ധത്തിന്റെ ഗതി മാറ്റുമോ? എന്തുകൊണ്ടാണ് ഇസ്രയേൽ തുർക്കിയുടെ സാന്നിധ്യത്തിൽ ഇത്രയധികം അസ്വസ്ഥമാകുന്നത്? നോക്കാം. ഗാസയിലെ യുദ്ധാനന്തര കാര്യങ്ങൾ നിയന്ത്രിക്കാനായി വൈറ്റ് ഹൗസ് ഒരു പുതിയ മേൽനോട്ട സമിതി, എക്സിക്യൂട്ടീവ് ബോർഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ഒരു ബോർഡിൽ തുർക്കി വിദേശകാര്യമന്ത്രി ഹക്കാൻ ഫിദാനും ഖത്തർ പ്രതിനിധിയുമാണ് നെതന്യാഹുവിനെ ചൊടിപ്പിച്ചിരിക്കുന്നത്. ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നത് ഈ സമിതിയുടെ ഘടന തങ്ങളുമായി കൂടിയാലോചിച്ചിട്ടില്ലെന്നും ഇത് ഇസ്രയേലിന്റെ നയങ്ങൾക്ക് വിരുദ്ധമാണെന്നുമാണ്. എന്നാൽ ഇതിന് അമേരിക്ക നൽകിയ മറുപടിയാണ് ഏറ്റവും ശ്രദ്ധേയം. ഇത് ഞങ്ങളുടെ ഷോയാണ്, നെതന്യാഹുവിൻ്റെതല്ല. ഇറ്റ്സ് അവർ ഷോ, നോട്ട് ഹിസ് എന്നാണ് ഒരു മുതിർന്ന US ഉദ്യോഗസ്ഥൻ തുറന്നടിച്ചത്. എന്താണ് ഈ സമിതി? എന്താണ് ഈ സമിതി കൊണ്ടുള്ള ഉദ്ദേശം? ട്രംപിന്റെ നേതൃത്വത്തിലുള്ള ബോർഡ് ഓഫ് പീസ് എന്ന വലിയ സമിതിക്ക് കീഴിലാണ് ഈ എക്സിക്യൂട്ടീവ് ബോർഡ് പ്രവർത്തിക്കുക. ഗാസയുടെ ദൈനംദിന കാര്യങ്ങൾ നോക്കാൻ ഇത് സഹായിക്കും. ഇതിൽ ജാരേഡ് കുഷ്ണർ, ടോണി ബ്ലെയർ തുടങ്ങിയ പ്രമുഖരും ഉണ്ട്. എന്നാൽ തുർക്കിയെയും ഖത്തറിനെയും ഇതിൽ ഉൾപ്പെടുത്തിയത് അതുവഴി പാലസ്തീൻ പക്ഷത്തിന് കൂടുതൽ കരുത്ത് ലഭിക്കുമെന്ന് ഇസ്രയേൽ ഭയപ്പെടുന്നുണ്ട്. ഇസ്രയേലിന്റെ ഈ എതിർപ്പിനെ അമേരിക്ക പുച്ഛിച്ചു തള്ളുകയാണ് ചെയ്തത്. അദ്ദേഹം ഇറാനെതിരെ ശ്രദ്ധ കേന്ദ്രീകരിക്കട്ടെ, ഗാസയുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം എന്ന് വരെ അമേരിക്കൻ ഉദ്യോഗസ്ഥർ പറഞ്ഞു കഴിഞ്ഞു. അതായത് ഗാസയിൽ ഇനി ഇസ്രയേലിന്റെ ഏകപക്ഷീയമായിട്ടുള്ള തീരുമാനങ്ങൾ നടക്കില്ല എന്നൊക്കെയാണ് US-ന്റെ പക്ഷം. ഇസ്രയേലിന്റെ കറുത്ത ദിനമായിട്ടുള്ള ഒക്ടോബർ 7-ന് ശേഷം നടന്ന യുദ്ധത്തിൽ ഇസ്രയേലിനെ ഏറ്റവും കൂടുതൽ വിമർശിച്ച നേതാക്കളിൽ ഒരാളാണ് തുർക്കി പ്രസിഡന്റ് എർദോഗാൻ. ഹമാസിനെ ഒരു ഭീകര സംഘടനയല്ല, മറിച്ച് വിമോചന പോരാളികളായിട്ടാണ് എർദോഗാൻ വിശേഷിപ്പിച്ചത്. എന്നിട്ടും ട്രംപ് എന്തിനു വേണ്ടിയാണ് തുർക്കിയെ കൂടെ കൂട്ടുന്നത്? ഇതിന് കാരണം ട്രംപിന്റെ പ്രായോഗിക രാഷ്ട്രീയമാണ്. ഹമാസിനെ വെടിനിർത്തലിന് സമ്മതിപ്പിക്കാൻ തുർക്കിയും ഖത്തറും വഹിച്ച പങ്കിനെ ട്രംപ് പരസ്യമായി പ്രശംസിച്ചിട്ടുണ്ട്. ഇസ്രയേലിന്റെ താല്പര്യത്തെക്കാൾ ഉപരി മിഡിൽ ഈസ്റ്റിൽ ഒരു ശാശ്വത സമാധാനം കൊണ്ടുവരാൻ തനിക്ക് തുർക്കിയെ ആവശ്യമാണെന്ന് ട്രംപ് വിശ്വസിക്കുന്നുണ്ട്. പോരാത്തതിന് തുർക്കി ഒരു നാറ്റോ രാജ്യം കൂടിയാണ്. ഈ തർക്കം ഇസ്രയേലിന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇസ്രയേലിലെ തീവ്ര വലതുപക്ഷ മന്ത്രിയായിട്ടുള്ള ഇറ്റാമർ ബെൻ ഗ്വിർ നെതന്യാഹുവിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തി. ഗാസയുടെ നിയന്ത്രണം പൂർണ്ണമായും ഇസ്രയേലിന് വേണമെന്നും അമേരിക്കയുടെ ഈ സമാധാന ബോർഡ് അനാവശ്യമാണെന്നുമാണ് അദ്ദേഹത്തിന്റെ വാദം. അതേസമയം കാനഡയും അർജന്റീനയും ട്രംപിന്റെ ഈ ക്ഷണം സ്വീകരിച്ചു കഴിഞ്ഞു. ഈജിപ്റ്റ് ഇതിനെക്കുറിച്ച് പഠിച്ച് വരികയാണ്. അതായത് ലോകരാജ്യങ്ങൾ ട്രംപിന്റെ ഈ പുതിയ നീക്കത്തെ പിന്തുണയ്ക്കുമ്പോൾ ഇസ്രയേൽ ഒറ്റപ്പെടുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ചുരുക്കത്തിൽ ട്രംപിന്റെ രണ്ടാം ഭരണകാലത്തിന്റെ രണ്ടാം വർഷം നെതന്യാഹുവിന് അത്ര എളുപ്പമാകില്ല. ഇസ്രയേലിന്റെ സുരക്ഷയ്ക്കൊപ്പം തന്നെ അന്താരാഷ്ട്ര തലത്തിലുള്ള ബന്ധങ്ങൾക്കും ട്രംപ് പ്രാധാന്യം നൽകുന്നുണ്ട്. തുർക്കിയെ പോലുള്ള രാജ്യങ്ങളെ ഗാസയുടെ ഭാവിയുടെ ഭാഗമാക്കുന്നത് വഴി ഇസ്രയേലിന്റെ അപ്രമാദിത്വം ചോദ്യം ചെയ്യപ്പെടുകയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.